മാഷെ, ഖലീദ സിയ, ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഖലീദ സിയ രാവിലെ 6 മണിക്ക് യാത്ര പറഞ്ഞു, മരിച്ചുപോയി. അവർക്ക് ധാരാളം അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ലണ്ടനിലേക്ക് കൊണ്ടുപോകാനിരിക്കുകയായിരുന്നു. ഖത്തർ അവർക്കൊരു എയർ ആംബുലൻസ് തയ്യാറാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ മെഡിക്കൽ ബോർഡ് ഇവരെ ആശുപത്രിയിൽ നിന്ന് ധാക്ക എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചില്ല. അങ്ങനെയായിരുന്നു കണ്ടീഷൻ. ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു, ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു, ഡയബറ്റീസ് ഉണ്ടായിരുന്നു, നെഞ്ചിന് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ഹൃദയത്തിന്, ശ്വാസകോശത്തിന് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ എന്ന് പറയില്ലേ, ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് ഡോക്ടർമാർ പറയുന്ന അവസ്ഥ. 80 വയസ്സായിരുന്നു. അവരാണ് ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. അവരുടെ ഭർത്താവ് സിയാവുർ റഹ്മാൻ അവിടെ പ്രസിഡന്റായിരുന്നു, പട്ടാള മേധാവിയൊക്കെ ആയിരുന്നു. അപ്പോൾ ധാക്കയിലെ എവർ കെയർ ഹോസ്പിറ്റലിലായിരുന്നു അവരുടെ അവസാന നിമിഷങ്ങൾ. നവംബർ 23 മുതൽ അവർ ആശുപത്രിയിലാണ്. ഡിസംബർ 11 വെന്റിലേറ്ററിൽ അവരെ ഇട്ടു. അപ്പോൾ കൃത്രിമ ശ്വാസത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. 2 ദിവസം മുമ്പ് അതീവ ഗുരുതരായി. അപ്പോൾ അവരുടെ നില ഗുരുതരാണെന്ന് അറിഞ്ഞിട്ടാണ് മകൻ താരിഖ് റഹ്മാൻ ഭാര്യയുടെ കൂടെയും മകൾ സൈമ റഹ്മാന്റെ കൂടെയും, സൈമ റഹ്മാൻ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്. ഖത്തറിൽ നിന്ന് പ്രത്യേക വിമാനം അവിടെ എത്തിയിരുന്നു. അപ്പോൾ 1959 ഇവര് സിയാവുർ റഹ്മാനെ നിക്കാഹ് ചെയ്തത്. ആ വിവാഹ ചിത്രമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 1977 അദ്ദേഹം പ്രസിഡന്റായി. അതായത് ഇവിടെ ജനതാ പാർട്ടി ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെ പ്രസിഡന്റാണ്. അവിടെ ഒരു ഭരണകൂട അട്ടിമറി നടന്നു. അത് പട്ടാള അട്ടിമറി അല്ല, അത് സിപ്പാഹി ജനത അട്ടിമറി എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ചെയ്തതാണ്. പക്ഷെ പ്രസിഡന്റ് ആയത് സിയാവുർ റഹ്മാനാണ്. 1981 ഇദ്ദേഹത്തിന് മറ്റേ ശത്രുക്കൾ വകവരുത്തി. അപ്പോൾ ഖലീദ സിയ രാഷ്ട്രീയത്തിൽ വന്നു സ്വാഭാവികമായും. 1984 അവർ BNPയിൽ ചേർന്നു. സിയാവുർ റഹ്മാൻ പ്രസിഡന്റായ ശേഷം തുടങ്ങിയ പാർട്ടിയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, BNP. 1991 വലിയ വിജയമായിരുന്നു. 1991 മുതൽ 96 വരെ അവർ പ്രധാനമന്ത്രിയായിരുന്നു. 2ാം ഊഴം ഉണ്ടായിരുന്നു 2001 മുതൽ 2006 വരെ. അത് പ്രധാനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഖ്യത്തിൽ ഭരിച്ചിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആദ്യം ഭരണത്തിന്റെ മധുരം അവിടെ നുണയുന്ന സമയമാണത്. 2018 അവര് ശിക്ഷിച്ചു. 2008 ഈ അനാഥരുടെ പണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ കേസിൽ 10 കൊല്ലത്തിന് ശേഷം ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഷെയ്ഖ് ഹസീന ഈ ഓഗസ്റ്റിൽ അവിടെ നിന്ന് പോയല്ലോ, സ്ഥാനഭ്രഷ്ടയായി കഴിഞ്ഞപ്പോൾ വീട്ടുതടങ്കലിൽ നിന്ന് ഖലീദ സിയയെ പിന്നെ വന്ന ഭരണകൂടം മോചിപ്പിച്ചു. 2020 ഇവരുടെ ജയിൽ ശിക്ഷ മരവിപ്പിച്ചിരുന്നു. അനാരോഗ്യം കാരണം. ഖലീദയുടെ മറ്റേ ഹസീനയുടെ കാലത്ത് തന്നെ അനാരോഗ്യം കാരണം ജയിൽ ശിക്ഷ മരവിപ്പിച്ചിരുന്നു. ഈ കൊല്ലം ജനുവരിയിൽ അവരുടെ ശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഹസീന പോയപ്പോൾ ഇവരെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഖലീദ സിയ പോകുമ്പോൾ താരിഖ് റഹ്മാനും മകളും 2 പേര്, താരിഖ് റഹ്മാൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഖലീദ സിയയുടെ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം താരിഖ് റഹ്മാൻ പത്രിക ഇന്നലെ സമർപ്പിച്ചിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പിള്ളേരുണ്ടാക്കിയ പാർട്ടി ഉണ്ടല്ലോ, നാഷണൽ സിറ്റിസൺസ് പാർട്ടി, NCP, അവര് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു, സഖ്യത്തിൽ ഏർപ്പെട്ടു. ആ NCPയുടെ അകത്ത് ഇപ്പോൾ ചെരിതിരിവൊക്കെ ഉണ്ട്. അപ്പോൾ മുമ്പ് നടന്നൊരു സർവേ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് BNP 4% മുന്നിട്ട് നിൽക്കുകയായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കാൾ. അപ്പോൾ BNPക്ക് ഈ ഖലീദ സിയയുടെ വിടവാങ്ങലോടുകൂടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക്, അവരുടെ പാർട്ടിക്ക് സാധ്യത കൂടുകയാണോ? തീർച്ചയായിട്ടും ഇതിലൊരു പ്രശ്നമുള്ളത്, എന്തായാലും ബീഗം ഖാലിദ സിയയുടെ നിത്യശാന്തിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഒരു
ബംഗ്ലാദേശിന്റെ ചരിത്രം കുറിച്ച ഒരാളാണല്ലോ. മോദിയും പ്രാർത്ഥിക്കുന്നതായിട്ട് നേരത്തെ കണ്ടു ഞാൻ കണ്ടു അത്. അപ്പോ ഈ ഖാലിദ സിയ മാത്രമല്ല ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്റർ ആണല്ലോ. ആ അർത്ഥത്തിൽ പ്രസക്തിയുള്ള വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തന്നെയാണ്, ഒരു ചരിത്ര വ്യക്തിത്വം തന്നെയാണ് അവർ. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയമാകെ കുഴഞ്ഞു മറിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വലതുപക്ഷ പാർട്ടി എന്ന് മുദ്ര കുത്തപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെട്ട പാർട്ടിയാണ് BNP. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 80കളിൽ ഇവിടെ BJP ഉണ്ടായ അതേ സമയത്താണ് അവിടെ BNP വരുന്നത്. ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ലോകമാധ്യമങ്ങളിലൊക്കെ അന്ന് വാർത്ത വന്നിരുന്നു. ഒരു അക്ഷരത്തിൽ മീൻസ് ദ ഡിഫറൻസ് ഈസ് ഓൺലി ഓൺ വൺ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നുവെച്ചാൽ ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, മറ്റേത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. രണ്ടിൻ്റെയും നയപരിപാടികൾ വലതുപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുക. എനിക്ക് തോന്നുന്നു ടൈമിലൊക്കെ അന്ന് ആ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. പിന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു അവസ്ഥ അതാണ്. അവിടെ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ BNPക്ക് വേര് പിടിക്കണമെങ്കിൽ ഈ അവാമി ലീഗിനോട്, പിന്നെ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടത് 1980 BJP വരുമ്പോൾ ഇന്നത്തെ പ്രത്യയശാസ്ത്രം അല്ലായിരുന്നു BJPക്ക്. അതിപ്പോ അടുത്ത കാലത്ത് വന്നിട്ടുള്ള BJPയുടെ ചരിത്രം പറയുന്നത് നളിൻ മേത്ത എഴുതിയ പുസ്തകം ശരിക്കും നമ്മൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അന്ന് അതിൻ്റെ സ്ഥാപക സമ്മേളനത്തിൽ ഇതിൻ്റെ നയമായിട്ട് വാജ്പേയി പറയുന്നത് ഗാന്ധിയൻ സോഷ്യലിസമാണ് നമ്മുടെ നയം, പ്രത്യയശാസ്ത്രം എന്നാണ്. അതിനെതിരെ ഒരു ബദൽ രേഖ കൊണ്ടുവരികയാണ് അതേ സമ്മേളനത്തിൽ രാജമാതാ വിജയരാജി സിന്ധ്യ. അത് ഓർമ്മിപ്പിച്ചെന്നേ. അതെ തീർച്ചയായിട്ടും. അതല്ല, അത് ചർച്ച ചെയ്യേണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നു വേറൊരു വിഷയമായിട്ട് തന്നെ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുമാണ്. കാരണം അതായിരുന്നില്ലേ ശരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായിരുന്നു ആദ്യത്തെ നയമെങ്കിൽ ആ നയം വികസിപ്പിച്ചിരുന്നെങ്കിൽ കുറെ കൂടി എളുപ്പമാകുമായിരുന്നു. ഇപ്പോൾ കുറെ കൂടി സർവർക്കും സ്വീകാര്യമായ ഒരു മട്ടിലേക്ക് BJPയുടെ ഒരു രാഷ്ട്രീയം സ്വീകരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനൊക്കെ എളുപ്പമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും സാർ പറഞ്ഞത് നന്നായി. വേറൊരു വിഷയം തന്നെയാണ്. ഞാൻ അത് സാറിന് തന്നെ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ. അല്ല, ഞാൻ മാഷി രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ന്യായം വേണമല്ലോ. അതെ തീർച്ചയായിട്ടും. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമില്ല. ഇല്ല കറക്റ്റാണ്. അല്ല, ആ അർത്ഥത്തിൽ തന്നെയാണ് അന്ന് വന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാനത് അവ്യക്തമായ ഓർമ്മയുള്ളൂ, എനിക്ക് പത്രം വായിക്കുന്ന ഓർമ്മയില്ല. അപ്പോൾ ഈ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. അതായത് അവാമി ലീഗ് വരുന്നു, ഈ ഷെയ്ഖ് ഹസീന വരുന്നു, അവാമി ലീഗ്, അതിൻ്റെ ഒരു രാഷ്ട്രീയം കുറെ കൂടി ലിബറലാണ്, അങ്ങനെ ഉണ്ടല്ലോ, കുറെ കൂടി സെക്യുലറാണ്, ഇൻക്ലൂസീവാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെ തടഞ്ഞുകൊണ്ട് വേണം ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിക്ക് പച്ച പിടിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിയാഉർ റഹ്മാൻ്റെ മരണത്തിന് ശേഷം ഖാലിദ സിയക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ആദ്യകാലത്തെ ഒരു ഇലക്ഷനിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ആ ഒരു സഹതാപ തരംഗം മതിയായിരുന്നു. പിന്നെ നിൽക്കണമെങ്കിൽ പൊളിറ്റിക്സ് വേണം. ആ പൊളിറ്റിക്സ് ഇതിൻ്റെ നേരെ മറുപക്ഷമാകുകയും വേണം. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശീയത അടിത്തറയായിട്ട് വർദ്ധിക്കുന്ന ഒരു മത മൗലികത ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതാണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് സഖ്യം ചേർന്ന് മത്സരിക്കാൻ പാകപ്പെട്ടു എന്നർത്ഥം. എന്ന് വെച്ചാൽ അത് വെറുതെ സംഭവിക്കുന്നതല്ല. വെച്ചാൽ സിയാഉർ റഹ്മാനെ പറ്റി ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ മുജിബുർ റഹ്മാന്റെ കാലത്ത് ഏകകക്ഷി ഭരണമായിരുന്നു. ഏകകക്ഷി എന്ന് പറഞ്ഞ സംഗതി അവസാനിപ്പിച്ച ആളാണ് സിയാഉർ റഹ്മാൻ. ആ അർത്ഥത്തിൽ കറക്റ്റാണ്. ജനാധിപത്യം ഉണ്ടാക്കിയത്, ബംഗ്ലാദേശിനെ ഒരു ജനാധിപത്യ പാതയിലേക്ക് നയിച്ചതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക രാഷ്ട്രീയ നയങ്ങളിൽ വൈവിധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അവാമി ലീഗിനെ നേരിടാൻ ആവശ്യമായ തരത്തിൽ ആശയത്തിലും ഘടനയിലും രീതിശാസ്ത്രത്തിലും ഒക്കെ ഉള്ള മാറ്റം വരുത്തിക്കൊണ്ടാണ് പിന്നെ ഖാലിദ സിയ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. അങ്ങനെ വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സമ്പൂർണ്ണമായി നിരോധിക്കണമെന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് രാജ്യത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കണമെന്നുള്ള നിലപാടാണ് പഴയ കാലം തൊട്ട് തന്നെ അവാമി ലീഗ് സ്വീകരിച്ചത്. അപ്പോൾ അതിനെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയും അവരോട് കക്ഷി ചേരുകയും ഒക്കെ ചെയ്യാവുന്ന പരുവത്തിൽ ആശയപരമായി തന്നെ നയവും നിലപാടും സ്വീകരിച്ചാണ്. ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായിട്ട് അവാമി ലീഗ് നിരോധിക്കപ്പെട്ടൊരു തിരഞ്ഞെടുപ്പ്, ഹസീന നാട്ടിലില്ലാത്തൊരു തിരഞ്ഞെടുപ്പ്, അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരു ഭരണകൂടം, അവരുടെ കീഴിൽ ഇപ്പോൾ BNPയും ജമാഅത്തെ ഇസ്ലാമിയും പ്ലസ് ഈ പറഞ്ഞ NCPയും NCPയിലൊരു അല്ല NCP ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ചേർന്നല്ലോ, ചേർന്നാണ് അതിൽ പക്ഷേ വിയോജിപ്പുള്ള ഒരു വിഭാഗം ഉണ്ട്. അവര് വേറെ ആരുടെയെങ്കിലും കൂടെ ചേരുമായിരിക്കും. അപ്പൊ എന്തായാലും അവരുടെ സപ്പോർട്ട് കിട്ടുന്നത് BNPക്ക് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്തിനാണ് പിന്നെ തെരഞ്ഞെടുപ്പ് എന്നുള്ള ചോദ്യമാണ്. ഇവരൊക്കെ ഏറെക്കുറെ ഫലത്തിലൊരു നയമാണ്. ആകെയുള്ള വ്യത്യാസം
ഇപ്പോൾ ഈ NCPക്ക് ഇത്തരത്തിൽ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് നയം ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് അവാമി ലീഗിനും ഷെയ്ഖ് ഹസീനക്കും എതിരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എൻ്റെ ചോദ്യം BNPക്ക് അനുകൂലമായിരിക്കുമോ ഈ മരണം എന്നുള്ളതായിരുന്നു. ഈ സഹതാപം ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും? ഖാലിദ സിയയുടെ മരണം ഒരു ചെറിയ പെർസെൻറ്റേജ് ബാധിക്കുമായിരിക്കും. കാരണം ആ മരണത്തെ പോലും അപ്രധാനമാക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണല്ലോ ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. അതുകൊണ്ട് ആ പ്രത്യക്ഷത്തിൽ അവർക്ക് അത്ര വലിയ ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഷെയ്ഖ് ഹസീനയോട് കാണിച്ചതും ഈ അവാമി ലീഗിനെ മാറ്റി നിർത്തിയതും അത് ഇതിനേക്കാളൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു വികാരമായിട്ട് മാറും. എന്തിനീ തെരഞ്ഞെടുപ്പ്? ഇൻക്ലൂസീവ് അല്ലാത്ത തെരഞ്ഞെടുപ്പ് എന്തിനാണെന്നുള്ള ചോദ്യം വരുമല്ലോ. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തന്നെ വളരെ ശക്തമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഖാലിദ സിയ മരിക്കുന്നത്. ഈ സമയത്ത് ബംഗ്ലാദേശിൽ ഈ ഖാലിദ സിയയുടെ മരണം കൊണ്ട് മാത്രം BNPക്ക് ഒരു ഗുണം കിട്ടാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന സാഹചര്യം BNPക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അനുകൂലമാണ്. അത് ബംഗ്ലാദേശിൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും? ബംഗ്ലാദേശിലെ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ ഷെയ്ഖ് ഹസീന കഷ്ടപ്പെട്ടുണ്ടാക്കി വന്നൊരു സെക്കുലർ ഫാബ്രിക് ഉണ്ട്. മാത്രമല്ല രാഷ്ട്ര പുരോഗതിയിൽ അവർ ഒരു ബഹുദൂരം മുന്നോട്ട് പോയതാണ്. അതിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നുള്ളത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും ഇപ്പോൾ ഫെബ്രുവരി 12 അല്ലേ? അതെ, ആ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് അമേരിക്കയുടെ എന്നൊക്കെ മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. എൻവോയി കാണുകയൊക്കെ ചെയ്തിരുന്നു യൂനുസിനെ. യൂനുസ് ഉറപ്പും കൊടുത്തിരുന്നു മാറ്റില്ല കേട്ടോ എന്ന്. ആഗോള സമ്മർദ്ദമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കാണാം, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇനിയിപ്പോൾ ഖാലിദ സിയ അത് കാണാനില്ല. അവർക്ക് എന്തായിരുന്നാലും ബംഗ്ലാദേശിൻ്റെ ഈ അത്ര ശോഭനമല്ലാത്ത ഈ ഭാവി അവർക്ക് കാണേണ്ടി വന്നില്ല എന്ന് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് ആശ്വസിക്കാൻ തോന്നുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.